പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. മാരാനാത്ത യൂട്യൂബ് ചാനലിലൂടെ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒത്തിരി സ്നേഹത്തോടെ ക്രിസ്തുയേശുവിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. അതുപോലെ തന്നെ എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. യേശു ക്രിസ്തു നമുക്ക് നിത്യജീവൻ നൽകുവാൻ ലോകത്തേക്ക് വന്നു എന്ന തിരുവചനത്തെക്കുറിച്ചാണ് നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. ആ തിരുവചനത്തിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് ഇനിയും മുന്നോട്ട് പോകാം. ഒരു വാക്ക് നമുക്കിങ്ങനെ പ്രാർത്ഥിച്ച് ആരംഭിക്കാം. ഞങ്ങളെ അത്യധികമായി സ്നേഹിക്കുന്ന സ്വർഗ്ഗപിതാവേ, ഈ വചന കേൾവിക്കായി ഞങ്ങളെ ഒരുക്കുന്നതിന് നന്ദിയോടെ സ്തുതിക്കുന്നു. ഈ വചനം സംസാരിക്കുവാൻ ഇടതന്നതിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇതിന് അവസരം തന്നതിന് നന്ദി പറയുന്നു, സ്തുതിക്കുന്നു. ഞങ്ങൾ ബലഹീനരും ഞങ്ങളേറെ കുറവുള്ളവരുമാണല്ലോ നാഥ. ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ, കരുണയായിരിക്കണമേ, കരുണയായിരിക്കണമേ. പരിശുദ്ധാത്മാവെ എഴുന്നള്ളി വരണമേ, പരിശുദ്ധാത്മാവെ എഴുന്നള്ളി വരണമേ. ഈ വചനം ഞങ്ങൾ കേട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ധൈര്യമുള്ളവരായി തീർന്ന് വചനത്തിൻ്റെ അധികാരത്തിൽ, വചനത്തിൻ്റെ ശക്തിയിൽ ഞങ്ങൾക്ക് ജീവിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. പരിശുദ്ധമേ, ദൈവമാതാവേ, സകല വിശുദ്ധന്മാരെ ശുദ്ധിമതികളെ പ്രാർത്ഥിക്കണമേ. യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ചോദിക്കുന്നു, കൃപയോടെ കേട്ട് ഉത്തരം തരുമാറാകണമേ. ആമേൻ. പ്രിയമുള്ളവരെ, നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായം വായിക്കുമ്പോൾ അതിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: മോഷ്ടിക്കുവാനും കൊല്ലുവാനും നശിപ്പിക്കുവാനുമാണ് കള്ളൻ വരുന്നത്. മോഷ്ടിക്കുവാനും കൊല്ലുവാനും നശിപ്പിക്കാനുമാണ് കള്ളൻ വരുന്നത്. യേശു പറയുകയാണ്, ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവനുണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനുമാണ്. എങ്ങനെയെങ്കിലും ജീവിക്കുക എന്നുള്ളതല്ല യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ സമൃദ്ധിയായി, ഭൗതികതയിലാണെങ്കിലും ആത്മീയതയിലാണെങ്കിലും അതിൻ്റെ പൂർണ്ണതയിൽ, സമ്പന്നതയിൽ ജീവിക്കാനാണ് യേശു വന്നിരിക്കുന്നത്. കള്ളൻ വരുന്നത് എന്ന് പറഞ്ഞാൽ പിശാച് വന്നത് മോഷ്ടിക്കുവാനും കൊല്ലുവാനും നശിപ്പിക്കുവാനും ഇവിടെ വന്നതെന്ന് പറയുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് ക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ എല്ലാ അർത്ഥത്തിലും സമൃദ്ധമായി ജീവിക്കാനായിട്ട് കഴിയും. സാമ്പത്തിക മേഖലയിലാണെങ്കിലും ആത്മീയ മേഖല, ഏത് മേഖലയിലും ക്രിസ്തു നമുക്ക് ആവശ്യമായതെല്ലാം തരും. ഒറ്റ കണ്ടീഷനെ ക്രിസ്തു പറഞ്ഞിട്ടുള്ളൂ: ഞാനല്ലാതെ വേറൊരു ദൈവമില്ല, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ സന്നിധിയിൽ എത്തുന്നില്ല. അതുകൊണ്ട് ക്രിസ്തുവിലുള്ള ആ സൗജന്യ രക്ഷ നമുക്ക് പ്രാപിക്കുവാനായിട്ട് ആഗ്രഹിക്കാം. കള്ളനെ നമുക്ക് ഒഴിവാക്കാം. കള്ളൻ വരുന്നത് മോഷ്ടിക്കുവാനും അറുക്കുവാനും മുടിക്കുവാനുമാണ്. എന്നാൽ യേശു പറയുന്നു, ജീവൻ സമൃദ്ധമായി ഉണ്ടാകാനാണ്. ഞാൻ നല്ല ഇടയനാണ്, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നു. നല്ല ഇടയനാണെന്ന് യേശു പറയുകയാണ്. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നു. യേശു ഇങ്ങനെ പറഞ്ഞു പോവുക മാത്രമല്ല ചെയ്തത്, പറഞ്ഞു പോയ ഓരോ കാര്യങ്ങളും മനുഷ്യർക്ക് വേണ്ടി പൂർണ്ണമായി ജീവിച്ചു എന്നുള്ളതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മനുഷ്യർക്ക് വേണ്ടി ആ വചനങ്ങളൊക്കെയും പൂർണ്ണമായി ജീവിച്ചു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇടയനല്ലാത്തവനും ആടുകൾ സ്വന്തമല്ലാത്തവനുമായ കൂലിക്കാരൻ ചെന്നായി വരുന്നത് കാണുമ്പോൾ ആടുകളെ ഉപേക്ഷിച്ച് ഓടിപ്പോകുന്നു. ചെന്നായി വന്ന് അവയെ പിടിക്കുകയും ചിതറിച്ച് കളയുകയും ചെയ്യുന്നു. അപ്പം നമുക്കറിയാം, നമ്മൾ വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം വായിക്കുമ്പോൾ അതിനകത്ത് ഒരു ശമരിയാക്കാരൻ്റെ ഉപമ പറയുന്നുണ്ട് യേശു. ഒരു മനുഷ്യൻ യെരുശലേമിൽ നിന്ന് യെരിഹോയിലേക്ക് പോകുന്നു എന്നാണ്. യെരുശലേമിൽ നിന്ന് യെരിഹോയിലേക്ക് പോകുന്ന വഴിക്ക് അവനെ കള്ളന്മാർ പിടിച്ച് വസ്ത്രമഴിച്ച് മുറിവേൽപ്പിച്ചു എന്നാണ് പറയും. ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 25 മുതൽ വാക്യങ്ങൾ വായിക്കുമ്പോൾ, ഒരുവൻ ജെറുസലേമിൽ നിന്ന് ജെറീക്കോയിലേക്ക് പോവുകയായിരുന്നു. അവൻ കവർച്ചക്കാരുടെ കയ്യിൽപ്പെട്ടു. അതേ പ്രിയമുള്ളവർ, കള്ളൻ വരുന്നത് മോഷ്ടിക്കുവാനും കൊല്ലുവാനും നശിപ്പിക്കാനുമാണ്. ഇവിടെ കള്ളൻ എന്ന് ഉദ്ദേശിക്കുന്നത് സാത്താനെയാണ്. അപ്പോൾ ജെറുസലേമിൽ നിന്ന്, ജെറുസലേം എന്ന് പറഞ്ഞാൽ ശാലോം, സമാധാനത്തിൻ്റെ പട്ടണം, അല്ലെങ്കിൽ സമാധാനം, യാരുശാലോം, സമാധാനത്തിൻ്റെ പട്ടണം. അപ്പോൾ ജെറുസലേം എന്ന് പറഞ്ഞാൽ പിതാവിൻ്റെ ഭവനം. പിതാവിൻ്റെ ഭവനത്തിൽ സമാധാനമുണ്ട്, പിതാവിൻ്റെ ഭവനത്തിൽ സന്തോഷമുണ്ട്. അപ്പോൾ പിതാവിൻ്റെ ഭവനം എന്ന് പറയുന്നത്
സ്വർഗമാണെങ്കിൽ ഭൂമി പാദപീഠമാകുന്നതുകൊണ്ട് ഭൂമിയും പിതാവിൻ്റെ ഭവനമാണ്. അതുകൊണ്ടാണ് യേശു നമ്മളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമെന്ന്. ഭൂമി ഒരിക്കലും നരകമല്ല പ്രിയമുള്ളവരെ. നരകം സാത്താനും അവൻ്റെ ദൂതന്മാർക്ക് ഒരുക്കിയിരിക്കുന്നതാണ്. അത് ഇവിടെയല്ല. ഇവിടെ ഭൂമി എന്ന് പറയുന്നത് മനുഷ്യൻ്റെ സ്വസ്ഥതയ്ക്കും സമാധാനത്തിനും അവന് വസിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഭൂമി വിശുദ്ധീകരിക്കപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അത് സ്വർഗത്തിലെ പോലെ ആകണമെന്ന് യേശു ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞത് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാണ്. എന്നാൽ ചിലരൊക്കെ പറയുന്നത് ഭൂമി നരകമാണ്, ഈ നരകത്തിലേക്ക് ഞാൻ വന്നു, ഈ നരകത്തിൽ നിന്ന് ആര് തന്നെയാണ് കരകയറ്റുന്നത്. എന്നാൽ ഭൂമിയെക്കുറിച്ച് ഒരു ആളിങ്ങനെ പാടുകയുണ്ടേ, പനിനീരു വിരിയുന്ന പറുദീസ നൽകി പാരിൽ മനുജനായി ദൈവം. പനിനീര് വിരിയുന്ന പറുദീസ നൽകി പാരിൽ മനുഷ്യനായി ദൈവം. എന്നാൽ ആ പറുദീസയിൽ മനുഷ്യർ ചെയ്തു, അതിനുള്ളിൽ പാപത്തിൻ പാമ്പിനെ പോറ്റുന്നു അറിയാതെ മർത്യന്റെ കൈകൾ. അതിനുള്ളിൽ പാപത്തിൽ പാമ്പിനെ പോറ്റുകയാണ് അറിയാതെ. മനുഷ്യനറിയാതെ അവൻ്റെ കൈകൾ പാപത്തെ താലോലിക്കുന്നു എന്നാണ്, പാപത്തെ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അങ്ങനെ യെരുശലേമിലായിരുന്ന മനുഷ്യൻ എരീഹോയിലേക്ക് പോകണം. എരീഹോ എന്ന് പറയുന്നത് വ്യാപാര സ്ഥലമാണ് യഹൂദന്മാരുടെ. അവിടെ പലതരത്തിലുള്ള ആളുകൾ വരും, പല രീതികളാണ് അവിടെ. അപ്പോൾ ഇത് നമ്മളൊരു ക്രൈസ്തവ പശ്ചാത്തലത്തെ എടുത്തു കഴിഞ്ഞാൽ, യഹൂദനായ ഒരു മനുഷ്യൻ, പിതാവിൻ്റെ സന്നിധിയിലായിരുന്നവൻ, പിതാവിൻ്റെ ഉപദേശങ്ങളൊക്കെ കേട്ട് ജീവിച്ചവൻ, ഇപ്പോൾ അവൻ വ്യാപാര സ്ഥലത്തേക്ക് ലോകപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോയി. അവനെ കള്ളൻ ഉപദ്രവിച്ചെന്ന് പറഞ്ഞാൽ അവൻ്റെ ആത്മീയ അനുഭവങ്ങളെല്ലാം പിശാച് എടുത്തു മാറ്റി. ഇപ്പോൾ അവൻ ആത്മീയനുമല്ല ഭൗതികനുമല്ലാത്ത രീതിയിൽ അർത്ഥപ്രാണനഗ്നായിട്ട് കിടക്കുകയാണ്. ജീവനുണ്ടോ എന്ന് ചോദിച്ചാൽ ജീവനുണ്ട്, മരിക്കണമെന്ന് ചോദിച്ചാൽ മരിക്കാൻ ആഗ്രഹമുണ്ട്, ആത്മഹത്യാ ചിന്തയുണ്ട്, പല പ്രാവശ്യം ആത്മഹത്യക്ക് ശ്രമിച്ചതാണ്. ഇങ്ങനൊരവസ്ഥയിൽ അർത്ഥപ്രാണനഗ്നായി കിടക്കുന്നു എന്നാണ് പറയുന്നത്. ഇതാണ് കള്ളൻ വന്ന് അവൻ എന്തെല്ലാം സ്വപ്നങ്ങളാണ് കൊടുത്ത്. നമുക്ക് യേശുവിൻ്റെ മറ്റൊരു ഉപമയുണ്ട്, ധൂർത്തപുത്രൻ്റെ ഉപമ. ആ ധൂർത്തപുത്രൻ അപ്പൻ്റെ കയ്യിൽ നിന്ന് സ്വത്ത് മേടിക്കുമ്പോൾ അവൻ എന്തെല്ലാം മോഹന സ്വപ്നങ്ങളായിരുന്നു അവൻ്റെ ഉള്ളിലുണ്ടായിരുന്നത്. അവൻ ആ പൈസ കൊണ്ട് അത് ചെയ്യും, ഇത് ചെയ്യും, അപ്പുറം ചെയ്യും, ഇപ്പുറം ചെയ്യും, ഇങ്ങനെ ഒത്തിരി സ്വപ്നങ്ങൾ. നമ്മുടെ ജീവിതത്തിലും അങ്ങനെയൊക്കെ നമുക്ക് സ്വപ്നങ്ങളുണ്ട്. നമ്മൾക്ക് ഒരു തൊഴിലുണ്ടെങ്കിൽ, ഒരു വണ്ടിയുണ്ടെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കുമെന്നൊക്കെ ഉള്ള വിചാരം. നടന്നു പോയിക്കൊണ്ടിരുന്നിടത്ത് നമ്മൾ വിചാരിക്കും ഒരു സൈക്കിൾ ഉണ്ടായിരുന്നെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. സൈക്കിൾ കഴിഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞൊരു സ്കൂട്ടർ കിട്ടുകയാണെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. പല ആളുകളും ഉപജീവന മാർഗത്തിന് വേണ്ടി വാഹനങ്ങളൊക്കെ മേടിച്ച് മുന്നും പിന്നും നോക്കാതെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യും. ഒരുപാട് സ്വപ്നങ്ങളാണ് മനുഷ്യൻ്റെ ഉള്ളിൽ. പക്ഷെ പല സ്വപ്നങ്ങളും ദൈവത്തോട് ചേർന്നല്ല. ഈ സ്വപ്നങ്ങളൊക്കെ കൊണ്ടുതരുന്നത് പിതാവല്ല, അത് പിശാചാണ്. അതുകൊണ്ട് വചനം അതിനെ വ്യക്തമായി പറയുന്നുണ്ട്. യോഹന്നാൻ്റെ 1-ാമത്തെ ലേഖനത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ സ്നേഹിക്കരുതെന്നാണ് പറയുന്നത്. യോഹന്നാൻ്റെ 1-ാമത്തെ ലേഖനം 1:15, 1-ാം അധ്യായം 15-ാമത്തെ വാക്യം. നിങ്ങൾ ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ സ്നേഹിക്കരുത്. ആരെങ്കിലും ലോകത്തെ സ്നേഹിച്ചാൽ പിതാവിൻ്റെ സ്നേഹം അവനിൽ ഉണ്ടായിരിക്കുകയില്ല. ഈ വചനങ്ങളൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ സ്നേഹിക്കരുത്. ആരെങ്കിലും ലോകത്തെ സ്നേഹിച്ചാൽ പിതാവിൻ്റെ സ്നേഹം അവനില്ല. അപ്പോൾ ലോകത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ലോകത്തെ എങ്ങനെ
കെട്ടിപ്പിടിച്ചുമ്പോൾ വെച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതല്ല. ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് അടിച്ചു പൊളിച്ച് ജീവിക്കാനുള്ള പണവും മറ്റു കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ ഈ ലോക വസ്തുക്കളെയൊക്കെ നമ്മൾ സ്നേഹിക്കുന്നു. നന്മ ചെയ്യാൻ നമുക്ക് ഒട്ടും സമയമില്ല. ലോക കാര്യങ്ങളിൽ വ്യാപൃതരാകാൻ നമുക്ക് ഇഷ്ടം പോലെ സമയം. 2ഉം 3ഉം ടേണൊക്കെ നമ്മൾ പണിയെടുക്കും ചിലപ്പോൾ. അങ്ങനെ കഷ്ടപ്പെട്ട് പണിയെടുത്ത് എപ്പോഴും മക്കളെങ്ങനെ കഷ്ടപ്പാട് പറഞ്ഞ് പേടിപ്പിച്ചുകൊണ്ടിരിക്കും. ഒരു മകനോട് അവൻ്റെ അപ്പൻ എന്നും പറയാറെന്ന് പറയണേ, വയനാടൻ ചുരം ടാങ്ക് വണ്ടി ഓടിച്ച് കയറ്റിയ കാര്യം. വലിയ ടാങ്കർ വണ്ടി റിഫൈനറിയിൽ നിന്ന് പെട്രോളും ഡീസലൊക്കെ കയറ്റി വയനാടൻ ചുരം ഓടിച്ചു പോകുന്നു. അങ്ങനെ വണ്ടി ഓടിച്ച് ജീവൻ പണയം വെച്ച്, ഇന്നത്തെ ചുറ്റുപാടില്ല കേട്ടോ, 10-40 കൊല്ലം മുമ്പ് പറയുന്ന കാര്യങ്ങളാണ്. അങ്ങനെ വണ്ടി ഓടിച്ചാടാ നിന്നെയൊക്കെ പോറ്റിയെന്ന് പറഞ്ഞ് എന്നും ഇങ്ങനെ അവനെ കുറ്റപ്പെടുത്തി. നിനക്കെന്ത് കഴിവുണ്ട്, നിനക്ക് അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ, നീ എല്ലാം നശിപ്പിച്ച് കളഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ, നീ ക്രിക്കറ്റ് കളിക്കാൻ പോവല്ലേ, നീ പന്ത് കളിക്കാൻ പോവല്ലേ, നിന്നെക്കൊണ്ട് നിനക്ക് കൊള്ളാം എന്നെല്ലാം പറഞ്ഞിങ്ങനെ എപ്പോഴും ഈ വലിയ വലിയ സാഹസിക കഥകളൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞ് അവനെ ഉപദേശിക്കുന്നവരാണ്. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അവൻ അപ്പനെ ഒട്ടും ഇഷ്ടമല്ലാതെയായി. അപ്പൻ എന്ത് പറഞ്ഞാലും അവന് ദേഷ്യം വന്നു തുടങ്ങി. അതാണ് കള്ളം വരുന്നതിന് വേണ്ടിയാണ്. അവനാ നന്മയൊക്കെ മാറ്റി ഏതൊരപ്പൻ്റെ ഉത്തരവാദിത്വമാണത് എന്ന് ചിന്തിക്കുന്നതിന് പകരം അപ്പൻ്റെ വീരസാഹസികതകളൊക്കെ പറഞ്ഞ മകനെ അപ്പനിൽ നിന്ന് അപ്പൻ തന്നെ അകറ്റി. എന്നിട്ട് അപ്പൻ പിന്നെ പറഞ്ഞുകൊണ്ട് കിടക്കണത് എന്താ, ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് മക്കളെ വളർത്തിയിട്ട് എന്നോട് ഒരു ഇറ്റ് സ്നേഹം പോലും ഇല്ല, ഗുണം പിടിക്കൂല, പിന്നെയും പ്രാക്കാണ്. ഇതാണ് ഈ അറക്കാനും മുടിക്കാനും കൊല്ലാനും വന്നതെന്ന് പറഞ്ഞ് വെറുപ്പിൻ്റെ ആത്മാവിനെ കയറ്റി. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നിങ്ങളുടെ കഷ്ടപ്പാടും ദുരിതമൊന്നും വീട്ടിലിരുന്ന് വിളിച്ചു പറഞ്ഞിട്ട് ഒരു വിലയില്ല. അതിന് ഒരു വിലയുമില്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കുടുംബത്തിൽ ചെന്ന് അവരെ വർത്തമാനം പറഞ്ഞെടുത്തപ്പോൾ മക്കളെന്ത് ചെയ്തെന്ന് വെച്ചപ്പോൾ അവർ പറഞ്ഞു മക്കൾ സ്കൂളിൽ നിന്ന് ടൂറ് പോയി വെക്കുകയാണ്. എങ്ങോട്ടാ പോയേക്കണമെന്ന് വെച്ചപ്പോൾ അമേരിക്കയിലേക്കാന്ന് പറഞ്ഞു. സ്കൂളിൽ നിന്ന് ടൂറ് പോയേക്കണത് അമേരിക്കയിലേക്ക്. അപ്പം നിൻ്റെ കയ്യിലെന്ത് പണമുണ്ടെന്നല്ല പിള്ളേർ ചോദിക്കണേ. പിള്ളേർ നീ കഷ്ടപ്പെട്ട് പണിയെടുത്ത് സ്കൂളിൽ ചേർക്കുമ്പോൾ അവർ പറയുന്ന സ്ഥലത്തേക്കൊക്കെ ടൂറ് പോകേണ്ട വരുമ്പോൾ നിൻ്റെ കയ്യിലിരിക്കണ എൻ്റെ കയ്യിലിരിക്കണ 2 ലക്ഷം 3 ലക്ഷം ഒന്നും ഇന്നത്തെ മക്കളുടെ മുമ്പിൽ ഒന്നുമല്ല, ഒരു വിലയില്ല അതിന്. അതുകൊണ്ട് 2 ലക്ഷം സമ്പാദിച്ചു 3 ലക്ഷം സമ്പാദിച്ചു ഞാനെന്തൊക്കെ സമ്പാദിച്ചു വെച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വെറുതെ വീരസാഹസമൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല. ഒന്നും സമ്പാദിക്കാത്തവൻ അതിനേക്കാൾ സുന്ദരമായിട്ട് ദൈവകൃപയിൽ ആശ്രയിച്ച് ജീവിക്കും. അവൻ്റെ മക്കളൊക്കെ ഉന്നതത്തിലെത്തും. അതുകൊണ്ട് മക്കളെ എപ്പോഴും കുറ്റം പറഞ്ഞുകൊണ്ട് നിനക്കെന്ത് കഴിവുണ്ട്, ഞാൻ അങ്ങനെ ചെയ്തെന്നൊക്കെ പറഞ്ഞ് നടക്കുന്നവരാണ് ഈ മുറിവേറ്റ് കിടക്കണേ. അവൻ എരിഹോയിൽ നിന്ന് എറുസലേമിൽ നിന്ന് എരിഹോയിലേക്ക് യാത്ര ചെയ്ത് കള്ളന്മാരാൽ പിടിക്കപ്പെട്ടവനാ. കുടുംബ സമാധാനം പോയി, സ്വസ്ഥത പോയി. പ്രിയമുള്ളവർ, അങ്ങനെ എല്ലാം നശിച്ചു. അപ്പോൾ ആ വഴി ഒരു പുരോഹിതൻ വന്നു എന്നാണ് എഴുതിയിരിക്കുന്നേ. ആ വഴി ഒരു പുരോഹിതൻ വന്നു. അവനെ കണ്ട് കടന്നുപോയി കളഞ്ഞു. മറുവശത്തൂടെ കടന്നുപോയി. പുരോഹിതൻ്റെതായിട്ടുള്ള കാരണങ്ങളുണ്ടാകാം. പുരോഹിതൻ എങ്ങനെയാണ് പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് പോകേണ്ടതെന്നൊക്കെ ബൈബിൾ പറയുന്നുണ്ടല്ലോ. പഴയ നിയമത്തിൽ പുരോഹിതൻ ലേവ്യ പുസ്തകത്തിൽ അതിനുള്ള ചട്ടങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. പല കാരണങ്ങളുണ്ടാകാം പുരോഹിതന്. പക്ഷെ ഇവിടെ യേശു ഉദ്ദേശിക്കുന്ന പുരോഹിതൻ എന്ന് പറയുന്നത് മതമാണ്. മതം ഇങ്ങനെ ഈ അർത്ഥപ്രാണനഗ്നനായി കിടക്കുന്ന മനുഷ്യനെ മതത്തിൽ രക്ഷിക്കാൻ കഴിയില്ല. രണ്ടാമത് അതിലൊരു ലേവ്യൻ വന്നു, മതത്തിൽ ശുശ്രൂഷ ചെയ്യുന്നവൻ. അവനെ കണ്ട് മനസ്സലിയാതെ മറുവശത്തൂടെ കടന്നുപോയി. ഇത് മത ശുശ്രൂഷകരെ കുറിച്ചാണ് പറയുന്നത്. എന്നാൽ മൂന്നാമത് ഒരു ശമരിയക്കാരൻ വന്നു. യാത്രാമധ്യേ അവൻ കിടന്ന സ്ഥലത്ത് വന്നു. അവനെ കണ്ട് മനസ്സലിഞ്ഞ്
അടുത്ത് ചെന്ന് എണ്ണയും വീഞ്ഞും ഒഴിച്ചു അവൻ്റെ മുറിവുകൾ വെച്ച് കെട്ടി എന്ന് പറഞ്ഞാൽ ശമരിയക്കാരൻ ഈ മുറിവേറ്റ് കിടക്കുന്ന യഹൂദനുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തവനാണ്. എന്നാൽ അദ്ദേഹം ആളാരെന്ന് നോക്കിയില്ല, തീണ്ടലും തൊടിയിലൊന്നും നോക്കിയില്ല. കഴുതപ്പുറത്ത് നിന്ന് ഇറങ്ങി. അദ്ദേഹത്തിന് വലിയ തിരക്കുള്ള മനുഷ്യനാണ്. അദ്ദേഹവും വ്യാപാര സ്ഥലത്തേക്ക് പോണതാണ്. പക്ഷെ ഇവനെ കണ്ട് മനസ്സലിഞ്ഞ് എണ്ണ വെച്ച് കെട്ടി, എണ്ണ സമാധാനം, വീഞ്ഞ് സന്തോഷം, സമാധാനമൊക്കെ കൊടുത്തു. അവൻ്റെ മുറിവുകളൊക്കെ വെച്ച് കെട്ടി അവനെ ഒരു സത്രത്തിൽ കൊണ്ടു ചെന്നാക്കി. സത്രം ഇവൻ്റെ കാര്യം നോക്കിക്കൊള്ളാൻ പറഞ്ഞു. 2 ദിനാറ കൊടുത്തു. സത്രം സൂക്ഷിപ്പുകാരന് അവനെ ഏൽപ്പിച്ചു. ഈ ഉപമയൊക്കെ പറയുമ്പോൾ ഈ 3 പേരിൽ ആരാണ് ഈ മുറിവേറ്റ് കിടന്നവന് ഉപകാരപ്പെട്ടെന്ന് ചോദിക്കുമ്പോൾ ആരാണ് എൻ്റെ അയൽക്കാരൻ എന്ന് ചോദിച്ച മനുഷ്യനോട് യേശു ഈ മുറിവേറ്റവന് ആരാണ് ഉപകാരപ്പെട്ടത് എന്ന് പറയുമ്പോൾ അവൻ പറഞ്ഞു ആ ശമരിയക്കാരനാണ്. അപ്പം നീയും പോയി അങ്ങനെ ചെയ്യാൻ പറയുകയാണ് എന്ന് പറഞ്ഞാൽ ജീവൻ കൊടുക്കാൻ മറ്റുള്ളവർക്ക്. അപ്പോൾ യേശു ക്രിസ്തുവിലൂടെ നമുക്ക് ജീവനുണ്ട്. അതേസമയം കള്ളൻ വന്ന് അറുക്കാനും മുടിക്കാനും കൊല്ലാനുമാണ് വരുന്നത്. ഒരു കള്ളൻ്റെ കൂടെയല്ല നടക്കേണ്ടത്, ജീവൻ തരുന്നവൻ്റെ കൂടെയാണ് നടക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചു, മോഷ്ടിക്കുവാനും കൊല്ലുവാനും നശിപ്പിക്കുവാനും കള്ളൻ വരുന്നത്, എന്നാൽ ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവനുണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനുമാണ്. അപ്പം നമ്മളിൽ ജീവനുണ്ടാകണം, ജീവൻ സമൃദ്ധമായിട്ടുണ്ടാകണം, ജീവനുണ്ടാകണം, ജീവൻ സമൃദ്ധമായിട്ടുണ്ടാകണം. അതിലൂടെ ഒരുപാട് നന്മകൾ നമ്മുടെ ജീവിതത്തിൽ വരും, ഒത്തിരി നന്മകൾ. ഒരിക്കലൊരു പ്രാർത്ഥനാ സ്ഥലത്തേക്ക് കുറച്ച് ആളുകൾ പോകുമ്പോൾ ഒരു റോഡ് സൈഡിൽ, ഹൈവേ സൈഡിൽ ഒരു ചായത്തട്ടുകളുടെ അടിയിലൊരു പിഞ്ചു കുഞ്ഞ്. ആ കുഞ്ഞിനെ അവരെ എടുത്തു, വണ്ടി ഒതുക്കി നിർത്തി. അവർ മൂത്രമൊഴിക്കാനങ്ങോട്ട് ഇറങ്ങിയപ്പോൾ കണ്ടതാണ്. ധ്യാനം കഴിഞ്ഞ് പോകണം, രാത്രി ആരാധന കഴിഞ്ഞ് പോയപ്പോൾ വെളുപ്പാങ്കാലത്താണ്. അവരെന്നെ വിളിച്ച് ചോദിച്ചു, ഇങ്ങനൊരു കുഞ്ഞിനെ കിട്ടി എന്ത് ചെയ്യണമെന്ന് ചോദിക്കണം. ഇന്നത്തെ പോലെ ദത്ത് നിയമങ്ങളൊന്നും അറിയില്ല. ഞാൻ പറഞ്ഞു ആ കുഞ്ഞിനെ ഇന്നൊരു സ്ഥലത്ത് നിങ്ങൾ കൊണ്ടുവന്നാക്കാൻ പറഞ്ഞു. അവരാ കുഞ്ഞിനെ അവിടെ കൊണ്ടുവന്നാക്കി. ആ കുഞ്ഞവിടെ വളർന്നു. ഇന്ന് അവൻ നല്ലൊരു യുവാവായി. ആ കുഞ്ഞിന്ന് പഠിച്ചു മിടുക്കനായി അമേരിക്കയിൽ ജോലി ചെയ്യുന്നവനാണ്. ആ ജീവനുണ്ടാകാനും സമൃദ്ധമായിട്ടുണ്ടാകാനുമാണ് വന്നത്. അവൻ്റെ അപ്പനാരെന്നറിയില്ല, അമ്മയാരെന്നറിയില്ല, അവനൊന്നും അറിയില്ല. പക്ഷെ അവന് ഓർമ്മ വന്നപ്പോൾ അവൻ അപ്പനുണ്ട്, അവൻ അമ്മയുണ്ട്, നല്ലൊരു വീട്ടിൽ അവൻ താമസിക്കുന്നു, സഹോദരങ്ങളുടെ ഇടയിൽ താമസിക്കുന്നു. അവൻ്റെ വിചാരം അവൻ ആ കുടുംബത്തിലെ അംഗമാണ്. ഇനി വേറെ ആരെങ്കിലും അവന് ഒരു സ്ക്രൂ വെച്ച് നീ അവിടുത്തെ അംഗമല്ല എന്ന് പറഞ്ഞാലും അവൻ അംഗീകരിക്കുന്നില്ല. കാരണം അവൻ്റെ ഓർമ്മ വെച്ചപ്പോൾ അവൻ കേട്ട ആളാണ് അവൻ്റെ അപ്പനും അമ്മയും. അതാണ് ക്രിസ്തുവിലുള്ള കുടുംബത്തിൻ്റെ സമാധാനം, സ്വസ്ഥത. ക്രിസ്തുവിൽ ഒരു കുടുംബമുണ്ടെങ്കിൽ, ക്രിസ്തുവിൽ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അവിടെ ജീവനുണ്ടാകും, അത് സമൃദ്ധിയായിട്ടുണ്ടാകും. അപ്പോൾ പുത്രനെ സ്വന്തമാക്കാത്തവന് ജീവനില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പുത്രനെ സ്വന്തമാക്കി നല്ല ജീവനുള്ളവരായി വിശുദ്ധിയിൽ ജീവിക്കാനായിട്ട് ശ്രമിക്കുക. നമുക്ക് നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം. ഈ ഭൂമിയിൽ നമുക്ക് ഒരുപാട് നന്മകൾ ചെയ്യാം. എപ്പോഴും എനിക്കില്ല ഇല്ല ഇല്ല എന്ന് പറഞ്ഞ് നിലവിളിച്ചുകൊണ്ടിരിക്കാതെ, അയ്യോ എൻ്റെ കയ്യിൽ എന്തെങ്കിലും നീക്കിയുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്കും കൂടി നൽകുക എന്ന വിചാരത്തോടെയും, ആ കുഞ്ഞിനെയൊക്കെ എടുത്ത് വളർത്തിയവരെ പോലെ ഏറെ സ്നേഹത്തോടെ, വാത്സല്യത്തോടെ, അവർക്ക് മക്കളില്ലാഞ്ഞിട്ടല്ല, അവർക്ക് മക്കൾ വേറെ ഉണ്ട്. അതൊരു ദൈവിക പ്രേരണയിൽ വന്ന കാര്യമാണ്. അതുകൊണ്ട് അവിടെ ജീവനുണ്ടാകുക. ഹോസ്പിറ്റലിൽ ആ കുഞ്ഞിനെ കൊണ്ടുവന്ന് കാണിച്ചപ്പോൾ ഒരു കുട്ടികളുടെ ഡോക്ടർ പറഞ്ഞു, ഈ കുഞ്ഞ് പിറന്നിട്ട് 3 ദിവസമായിട്ടുള്ളൂ എന്ന് പറഞ്ഞു. പിറന്നിട്ട് 3 ദിവസമായിട്ടുള്ളൂ. അപ്പോൾ 3 ദിവസമായ ആ ഒരു കുഞ്ഞിനെ
ഒരു റോഡ് സൈഡിലൊരു ചായത്തട്ടയുടെ അടിയിൽ കൊണ്ടുവന്ന് വെച്ചാൽ മണിക്കൂറുകൾ കഴിഞ്ഞാൽ ആ കുഞ്ഞ് മരിക്കാം. അപ്പോൾ ആ കുഞ്ഞിനെ ജെറുസലേമിൽ നിന്ന് എരീഹോയിലേക്ക് പോയ വഴിമധ്യേ കണ്ട സമരിയാക്കാരനെന്ന് തോന്നിപ്പിക്കുന്ന യേശുക്രിസ്തുവിനെ പോലെ ഈ കുഞ്ഞിൻ്റെ ആരുമല്ലാത്ത, കുഞ്ഞിന് യാതൊരു ബന്ധവുമില്ലാത്ത ഈ പ്രാർത്ഥനക്കാരായിട്ടുള്ള സഹോദരങ്ങൾ ആ കുഞ്ഞിനെ എടുത്തതാണല്ലോ അവന് ജീവനുണ്ടാകാൻ കാരണം. അങ്ങനെ എത്രയോ കുഞ്ഞുങ്ങൾ ഇന്ന് അമ്മത്തൊട്ടിലൊക്കെ വഴി ജീവൻ പ്രാപിക്കുന്നു, ഉന്നതങ്ങളിലെത്തുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം. നമുക്കും ഇതുപോലെ അനേകർക്ക് ജീവൻ കൊടുക്കുന്ന, അനേകർക്ക് ജീവനുണ്ടാകുന്ന ശുശ്രൂഷകരായി തീരുവാൻ നമുക്ക് ക്രിസ്തുവിനെ സ്വന്തമാക്കി ക്രിസ്തുവിൻ്റെ ജീവൻ നമ്മിലേക്ക് പകർത്താം. നമുക്ക് കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഞങ്ങൾ അത്യധികമായി സ്നേഹിക്കുന്ന സ്വർഗ്ഗപിതാവേ, ഈ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, മഹത്വപ്പെടുത്തുന്നു. ഏറെ നന്മകളാൽ, ഏറെ ഐശ്വര്യങ്ങളാൽ, അനുഗ്രഹങ്ങളാൽ ഞങ്ങളെ നിറയ്ക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. പ്രിയമുള്ളവരെ, ഈ ശുശ്രൂഷ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾ മറ്റുള്ളവരെയും കൂടി അറിയിക്കുക. അനേകരെ ഈ ശുശ്രൂഷയുടെ പങ്കുകാരാക്കുക. ദൈവകൃപ നമ്മളെല്ലാവരെയും ധാരാളമായി ചൊരിയട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ നന്ദി, ദൈവമേ സ്തുതി.